പ്രിയരെ നമസ്കാരം. എന്തുകൊണ്ട് കൃഷ്ണൻ ജരാസന്ധനിൽ നിന്നുള്ള 17 ആക്രമണങ്ങളിലും അദ്ദേഹത്തെ വധിച്ചില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ്. വളരെ വ്യക്തമായ ലക്ഷ്യം കൃഷ്ണൻ ഈ പ്രക്രിയയിൽ ഉണ്ടായിരുന്നു. മഹാവിഷ്ണു ഭൂമിയിൽ ജനിച്ചപ്പോഴെല്ലാം ധർമ്മ സംസ്ഥാപനത്തിന് കാരണമായി. കൃഷ്ണനായി അവതരിച്ചപ്പോൾ സ്വന്തം അമ്മാവനായ കംസനെ വധിക്കുക, കൗരവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നിവയായിരുന്നു മുഖ്യ അജണ്ടകൾ. അതിനായി അദ്ദേഹം തന്റെ പ്രധാനപ്പെട്ട ബന്ധങ്ങളെ ഒരുപാട് ദുരിതത്തിലാക്കി. വികാരങ്ങൾ മാറ്റിവെച്ച് സമർത്ഥമായി നേരിടുക എന്നതല്ല അദ്ദേഹത്തിന്റെ ഏക നിവൃത്തി, മറിച്ച് സാഹചര്യത്തിന്റെ ആവശ്യമായിരുന്നത്. ഇതിഹാസത്തിലൂടെ കൃഷ്ണൻ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങളിൽ ഒന്നായിരിക്കാമത്. വേദനാജനകമായ ഹൃദയാവസ്ഥ ഉണ്ടായിട്ടും സുരക്ഷിതമായും സമർത്ഥമായും പ്രവർത്തിക്കുന്നു. അസാധാരണമാം വിധം നന്നായി തന്നെ അദ്ദേഹം ഒരു മാതൃക കാണിച്ചു. മഗധാധിപതി ജരാസന്ധൻ 17 തവണ ദ്വാരകയെ ആക്രമിച്ചിട്ടുണ്ട്. ജരാസന്ധനിൽ നിന്നുള്ള 17 ആക്രമണങ്ങൾ സഹിച്ചതിനു ശേഷം അദ്ദേഹത്തെ വധിച്ച കഥയാണുള്ളത്. മുൻപും അവനെ വധിക്കുവാൻ തക്ക ശക്തി ഉള്ളവനായിരുന്നപ്പോൾ പോലും കൃഷ്ണൻ മനഃപൂർവ്വം ഇത്രയും തവണ കാത്തിരുന്നു. എന്തുകൊണ്ടാണ് ജരാസന്ധന് ഇത്രമാത്രം ആയുസ് നീട്ടിക്കൊടുത്തതെന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് പരിശോധിച്ച് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ജരാസന്ധൻ ആരായിരുന്നു എന്നതും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതയാകുന്നു. കൃഷ്ണന്റെ അമ്മയായ ദേവകിയുടെ സഹോദരൻ എന്ന നിലയ്ക്ക് അമ്മാവനായ കംസന്റെ ഭാര്യ പിതാവായിരുന്നു ജരാസന്ധൻ, അതായത് അമ്മായി അച്ഛൻ. കംസ നിഗ്രഹാനന്തരം കൃഷ്ണൻ ജരാസന്ധന്റെ രോഷം ക്ഷണിച്ചു വരുത്തി. എന്തു വില കൊടുത്തും കൃഷ്ണനിഗ്രഹം ഉന്നത ലക്ഷ്യമായി ജരാസന്ധൻ കൊണ്ടു നടന്നു. കൃഷ്ണന്റെ മരണം എന്ന തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യത്തിനായി തന്റെ സൈന്യത്തെ അണിനിരത്തുവാൻ തുടങ്ങി. കൃഷ്ണനോട് നിരന്തരം ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റു രാജാക്കന്മാരുമായി സഹകരിച്ച് തന്റെ ലക്ഷ്യം അവരുമായി പങ്കുവച്ചു. ശ്രീകൃഷ്ണന്റെ രാജ്യമായ ദ്വാരകയിലേക്ക് അക്രമകാരിയായി ജരാസന്ധൻ നീങ്ങിയപ്പോൾ നേടിയെടുത്തത് നിരാശാജനകമായ തിരിച്ചടികൾ മാത്രം. കൃഷ്ണനെ വധിക്കുവാനുള്ള ശ്രമത്തിൽ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കുവാനാകുക? അത് ഒരിക്കൽ മാത്രമല്ല സംഭവിച്ചത്. ഓരോ തവണ കടന്നാക്രമിക്കുമ്പോഴും മികച്ച പദ്ധതികളും കൂടുതൽ ശക്തരായ രാജാക്കന്മാരുമൊത്ത് അണിചേർന്ന് ലക്ഷ്യത്തിനായി ഒന്നിലധികം തവണ ശ്രമിച്ചു. തന്റെ പദ്ധതിയുടെ വിജയത്തിനായി സ്വന്തം ശത്രുക്കളായ രാജാക്കന്മാരോട് പോലും ജരാസന്ധൻ സന്ധി ചെയ്ത് ഒത്തുകളിച്ചു. എന്നാൽ അവന്റെ എല്ലാ ശ്രമങ്ങളും വിഫലമായി. എന്നാൽ ഒരിക്കലും അവന്റെ പരാജയങ്ങൾ സ്വന്തം വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയോ അവന്റെ ആത്മവിശ്വാസത്തെ കുലുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നോ രണ്ടോ തവണയല്ല, 17 തവണയാണ് കൃഷ്ണനെ വധിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയത്. അവൻ വരുമ്പോഴെല്ലാം കൃഷ്ണന സൈന്യത്തെ പരാജയപ്പെടുത്തി സഖ്യകക്ഷി രാജാവിനെ വധിക്കും, പക്ഷേ ജരാസന്ധനെ വെറുതെ വിടും. ഇത് ഓരോ തവണയും ആവർത്തിക്കപ്പെടും. എന്നാൽ 17ാമത്തെ ശ്രമത്തിനിടെയാണ് കൃഷ്ണൻ അവന്റെ വധത്തിന് പദ്ധതിയിട്ടത്. ജരാസന്ധന്റെ പിറവി അത്ഭുതമുളവാക്കുന്ന വസ്തുതയാണ്. ജരാസന്ധൻ പിറന്നു വീണത് 2 ഭാഗങ്ങളായാകുന്നു. ഓരോ പകുതിയും പ്രസവിച്ചത് 2 അമ്മമാരാണ്. ഈ 2 ഭാഗങ്ങളും ജാര എന്ന രാക്ഷസി സംയോജിപ്പിച്ചു. ജാര എന്ന രാക്ഷസി സന്ധിപ്പിച്ചതിനാൽ അവന് ജരാസന്ധൻ എന്ന് പേര് ലഭിച്ചു. ജരാസന്ധന് ലഭിച്ച ഒരു വരം പ്രകാരം ഓരോ തവണ അവൻ വധിക്കപ്പെടുമ്പോഴും സ്വയം പുനരുജ്ജീവിക്കും. അവന്റെ ശരീരത്തിന്റെ ഏതു ഭാഗം മുറിച്ചു മാറ്റിയാലും മുറി കൂടും എന്നതാണ് വസ്തുത. ജരാസന്ധനെ കൊല്ലുവാനുള്ള ഏക മാർഗം അവന്റെ ശരീരം 2 ഭാഗങ്ങളായി മുറിച്ച് ജനിച്ച രീതിയോട് സാമ്യമുള്ള ഭാഗങ്ങൾ പരസ്പര വിരുദ്ധമായി വേർപെടുത്തുക എന്നതാണ്. അതിനായി കൃഷ്ണൻ എല്ലാം വ്യക്തമായി ആസൂത്രണം ചെയ്തു എന്ന് അനുമാനിക്കാം. പാണ്ഡവ യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തുവാൻ ആഗ്രഹിച്ച ഒരു സമയം ആഗതമായി. അതിനാൽ രാജസൂയ യാഗം നടത്തുന്നതിന് ഒരു രാജാവിനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കേണ്ടതും മറ്റെല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തെ ചക്രവർത്തിയായി അംഗീകരിക്കേണ്ടതും നിർബന്ധമായിരുന്നു. ജരാസന്ധൻ തന്റെ ചക്രവർത്തിത്വം അംഗീകരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ സഹായത്തിനായി ശ്രീകൃഷ്ണനെ സമീപിച്ചു. ഭീമനും അർജുനനും തന്നോടൊപ്പം ബ്രാഹ്മണവേഷത്തിൽ മഗധയിലേക്ക് വരേണ്ടതുണ്ടെന്നും ജരാസന്ധനെ ഒരു മല്ലയുദ്ധത്തിനായി വെല്ലുവിളിക്കേണ്ടതുണ്ടെന്നും കൃഷ്ണൻ അവരെ അറിയിക്കുന്നു. ജരാസന്ധൻ ഭീമനുമായി മല്ലയുദ്ധത്തിന് സമ്മതിച്ചു. മത്സരം 4 ദിവസം നീണ്ടുനിന്നു. ഭീമനാൽ ജരാസന്ധനെ വധിക്കുവാൻ കഴിഞ്ഞില്ല. രാജാവിനെ എങ്ങനെ നിഗ്രഹിക്കണമെന്ന് കാണിക്കുവാൻ കൃഷ്ണൻ ഒരു ഇലപ്രയോഗം നടത്തി. ഇല പരസ്പരം കണ്ടുമുട്ടുവാൻ അനുവദിക്കാത്ത രീതിയിൽ 2ആയി കീറി എതിർ ദിശകളിലേക്ക് വിപരീതമായ രീതിയിൽ എറിഞ്ഞു. ഭീമനും അപ്രകാരം ജരാസന്ധന്റെ കാലിൽ പിടിച്ച് വലിച്ചു കീറി വലിച്ചെറിഞ്ഞു. വീണ്ടും അവയ്ക്ക് സംയോജിക്കാനാവാത്ത വിധമായപ്പോൾ ജരാസന്ധന്റെ ജീവിതം പര്യവസാനിക്കുന്നു. വളരെ കാലം കഴിഞ്ഞ് ഈ ദുഷ്ടനും കംസന്റെ വലിയ അനുയായിയുമായിരുന്ന ജരാസന്ധൻ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ബലരാമനും കൃഷ്ണനും ചർച്ച ചെയ്യുകയായിരുന്നു. കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ ചർച്ചയ്ക്കിടെ ജരാസന്ധ നിഗ്രഹത്തിനായി ഇത്രയും കാലം കാത്തിരുന്നതിന്റെ കാരണം ചോദിച്ചു. മറുപടിയായി കൃഷ്ണൻ പറഞ്ഞു, ഓരോ തവണയും ദ്വാരകയെ ആക്രമിക്കുവാൻ ഓരോരോ സഖ്യകക്ഷികളുമായി ജരാസന്ധൻ വന്നു. അവർ ഓരോ സഖ്യകക്ഷികളും വളരെ ശക്തരായ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ സൈന്യങ്ങൾ ഭൂമിയിലെ വളരെ ദുഷ്ടരായ ആളുകളായിരുന്നു.
അങ്ങനെ ഭൂമിയിലെ അനേകം അസുരന്മാരെ ഒരിടത്ത് നിഗ്രഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഓരോരുത്തരും വധിക്കപ്പെടുമ്പോൾ ജരാസന്ധൻ മറ്റൊരു നീചനായ രാജാവുമായി വീണ്ടും വരും. അങ്ങനെ ഭൂമിയിലെ അനേകം രാജാക്കന്മാരെ അവസാനിപ്പിക്കാൻ ഞാൻ ജരാസന്ധനെ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തി. വീണ്ടും സുരക്ഷിതത്വവും മിടുക്കും പ്രകടിപ്പിച്ചു. ആ ബുദ്ധിശക്തി ജ്യേഷ്ഠൻ ബലരാമനെ ഒരിക്കൽ കൂടി ആകർഷിക്കുന്നു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.